വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പഠിക്കാം സ്വാതന്ത്ര്യദിന ക്വിസ്. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നത് ശിപ്പായി ലഹള. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ട വർഷം 1885. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റ് WC ബാനർജി. ലോകമാന്യ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ബാലഗംഗാധര തിലക്. ഇന്ത്യയുടെ ഉരുക്കുമനുഷ്യൻ എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ. സ്വാതന്ത്ര്യം എന്റെ ജന്മ അവകാശമാണ് എന്ന് പ്രഖ്യാപിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ബാലഗംഗാധര തിലക്. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഗുജറാത്തിലെ ഏത് നഗരത്തിലാണ് ജനിച്ചത്? പോർബന്ദർ. എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ആരുടെ ആത്മകഥയാണ്? മഹാത്മാഗാന്ധി. ഡൽഹി ചലോ, ജയ് ഹിന്ദ് ഇവ ആരുടെ മുദ്രാവാക്യങ്ങൾ? സുഭാഷ് ചന്ദ്രബോസ്. മഹാത്മാഗാന്ധി ജനിച്ച വർഷം 1869. ആസാദ് എന്ന പേര് സ്വീകരിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയാണ് മൗലാന അബ്ദുൽ കലാം. വിശ്വചരിത്രാവലോകനം, ഇന്ത്യയെ കണ്ടെത്തൽ എന്നീ പുസ്തകങ്ങൾ രചിച്ചത് ജവഹർലാൽ നെഹ്റു. ദി ബ്രോക്കൺ വിങ്ങിന്റെ രചയിതാവായ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് സരോജിനി നായിഡു. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജി. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26. ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം ആചരിക്കപ്പെടുന്നത് എങ്ങനെയാണ്? ശിശുദിനമായിട്ടാണ് ആചരിക്കുന്നത്. നവംബർ 14. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി BR അംബേദ്കർ. ദേശീയ ഗാനമായ ജനഗണമനയുടെ രചയിതാവ് രവീന്ദ്രനാഥ ടാഗോർ. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന് തുടക്കമിട്ടത് മഹാത്മാഗാന്ധി. സ്വതന്ത്ര ഭരണത്തിലെ ആദ്യത്തെ ഗവർണർ ജനറലാണ് മൗണ്ട് ബാറ്റൻ പ്രഭു. ഇന്ത്യയിലെ അവസാനത്തെ ബ്രിട്ടീഷ് ഗവർണറാണ് മൗണ്ട് ബാറ്റൻ പ്രഭു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പുറത്തിറക്കിയ ആദ്യത്തെ പത്രമാണ് വോയിസ് ഓഫ് ഇന്ത്യ. ദക്ഷിണാഫ്രിക്കയ്ക്കിടെ രഘുപതി രാജാറാം എന്ന ഗാനം പാടിയ സംഗീതജ്ഞൻ ആരാണ്? വിഷ്ണു ദിനേംബർ പലുസ്കർ. ഏതു രാഗത്തിലാണ് ദേശീയ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്? ശങ്കരാഭരണം. ഗാന്ധിജി സബർമതി ആശ്രമം തുടങ്ങിയ വർഷം 1915. എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്. ഏതു വർഷം മുതലാണ് ഗാന്ധി ജയന്തി ദേശീയ അഹിംസാ ദിനമായി ആചരിച്ചു തുടങ്ങിയത്? 2007. ഇന്ത്യൻ ദേശീയ ഗാനത്തിന്റെ സമയദൈർഘ്യം 52 സെക്കൻഡ്. ഇന്ത്യൻ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തതാരാണ്? പിംഗാലി വെങ്കയ്യ. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ വനിതയാണ് ഝാൻസി റാണി. ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ ബ്രിട്ടീഷ് ഭരണാധികാരിയാണ് കഴ്സൺ പ്രഭു. ഇന്ത്യയുടെ വാനമ്പാടി സരോജിനി നായിഡു. ആധുനിക ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ച ബ്രിട്ടീഷ് ഭരണാധികാരിയാണ് മെക്കാളെ പ്രഭു. ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് കോൺവാലിസ് പ്രഭു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന പ്രതിനിധികളുടെ എണ്ണം 72. ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഡൽഹൌസി പ്രഭുവാണ്. മുംബൈ മുതൽ താനെ റെയിൽവേ ലൈൻ സ്ഥാപിക്കപ്പെട്ട വർഷം 1853. വന്ദേ മാതരം ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് ആര്? അരവിന്ദ ഘോഷ്. മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരുവാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. ഇന്ത്യൻ പതാക ആദ്യമായി ഉയർത്തിയത് സുരേന്ദ്രനാഥ ബാനർജി. ഇൻക്വിലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് ഭഗത് സിംഗ്. ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് ഭഗത് സിംഗ്. ത്രിവർണ പതാകയെ ഇന്ത്യയുടെ ദേശീയ പതാകയായി അംഗീകരിച്ച വർഷം 1947. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഏക ദേശീയ നേതാവാണ് ഡോക്ടർ BR അംബേദ്കർ. കോൺഗ്രസിന്റെ ഏക പ്രതിനിധിയായി ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനമാണ് രണ്ടാമത്തെ വട്ടമേശ സമ്മേളനം. ക്വിറ്റ് ഇന്ത്യ ദിനം ഓഗസ്റ്റ് 9. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് ഏത് സമരത്തിന്റെ മുദ്രാവാക്യമായിരുന്നു? ക്വിറ്റ് ഇന്ത്യ സമരം. മഹാത്മാഗാന്ധി വധിക്കപ്പെട്ട ദിവസം 1948 ജനുവരി 30. തിരുവിതാംകൂറിൽ ഇംഗ്ലീഷുകാർക്കെതിരെ നടന്ന ആദ്യ കലാപമാണ് ആറ്റിങ്ങൽ കലാപം. കേരള സിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചത് KM പണിക്കർ. കുളച്ചൽ യുദ്ധം നടന്ന വർഷം 1741. തിരുവിതാംകൂറിൽ ആദ്യ പോസ്റ്റ് ഓഫീസ് സ്ഥാപിക്കപ്പെട്ട വർഷം 1857. എന്റെ നാടുകടത്തൽ ആരുടെ ആത്മകഥയാണ്? സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721. തിരുവിതാംകൂറിൽ അടിമത്തം നിർത്തലാക്കിയ വർഷം 1812.
2024 എത്രാമത്തെ സ്വാതന്ത്ര്യദിനമാണ് ആഘോഷിക്കുന്നത്? 78-ാം.